നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് സിറ്റപ്സ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കസർത്ത് അല്ലെങ്കിൽ പുഷപ്പ് എങ്ങനെയാണോ ചെയ്യണമെന്ന് പറഞ്ഞു. കസർത്ത് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് സിറ്റപ്സ്. അപ്പോൾ കഴിഞ്ഞത് നമ്മൾ കൈക്കുള്ള പവറിന് വേണ്ടി ചെയ്തു. ഇനി നമ്മൾ കാലിൻ്റെ പവറിന് വേണ്ടി. ഈ കാലിൻ്റെ പവറിന് വേണ്ടി എന്ന് പറയുമ്പോൾ കാലിൻ്റെ പവറിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുൻപ് ജിമ്മിൽ പോകുന്നതിന് ബൈ ട്രെയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ സ്ക്വാട്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. കാലിന് കുറച്ച് എക്സസൈസ്, അതായത് തൈസ് മസിലിന് ബലം വരാനും പവർ വരാനും മസിലുണ്ടാവാനൊക്കെ ഉള്ള ഒരു വർക്കൗട്ട് വരാൻ ഉള്ള മുന്നോടിയായിട്ടാണ്. ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കമഴ്ന്ന് വീഴാതിരിക്കാനും നമ്മളെ കാലുകൾ നല്ല ബലം കിട്ടാനുമാണ് നമ്മൾ ഈ സിറ്റപ്സ് എന്നുള്ള ഐറ്റം അല്ലെങ്കിൽ ബൈടെക്സ് എന്നുള്ള സംഭവം നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ വെറുതെ നിങ്ങളിത് ഒരു സംഭവമായിട്ട് കളയരുത്. അങ്ങനെ സിറ്റപ്സ് അങ്ങനെ കളയരുത്. ഇത് നമ്മളെല്ലാത്തിൻ്റെ ബേസാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് കസർത്ത്, സിറ്റപ്സ്, സ്ട്രെച്ചിങ്, ഫ്രീ ഹാൻഡ് എക്സസൈസ്, ഇതെല്ലാം ഇത് ബേസാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബോഡി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണിത്. നിങ്ങളിത് പുതിയൊരാളിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്, അല്ലെ പുതിയൊരാളുടെ സംഭവമാണ്, നമുക്കൊന്നും ബാധകമല്ല, നമ്മളൊക്കെ ഭയങ്കര ആളായി, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് എത്ര വർഷം നിങ്ങൾ എത്ര വയസ്സ് വരെ നിങ്ങൾ ജിമ്മിൽ ചെയ്താലും ശരി, ഇതാണ് നമ്മുടെ ബേസ്. ഇതിൽ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യരുത്. ഇതിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജിമ്മിനോടുള്ള ഒരു മടുപ്പ് വന്നത്, വ്യായാമത്തിനോടൊരു മടുപ്പ് വന്നത്. ഒന്നും പിടിക്കുന്നില്ല, ഒരു എഫക്റ്റ് ചെയ്യുന്നില്ല, റിസൾട്ട് ഇല്ല, പിന്നെ ജിമ്മിനെ കുറ്റം പറയണം, മാസ്റ്ററെ കുറ്റം പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ വന്നിട്ട് ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്യണം, ചെയ്തേ പറ്റൂ. അത് ജിമ്മിൽ പോകണമെന്നില്ല. നിങ്ങൾ ജിമ്മിലില്ലെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. നിങ്ങൾ വീട്ടിലായാലും ശരി, നിങ്ങൾക്ക് വീട്ടിലായി ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഐറ്റങ്ങൾ ഒരു റൂമിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാലിന് പവർ ഉണ്ടാവും, നിങ്ങളുടെ കൈക്ക് പവർ ഉണ്ടാവും, നിങ്ങളുടെ ബോഡിക്ക് ഷേപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടാവും, നിങ്ങളുടെ ശരീരത്തെ കൊഴുപ്പ് കത്തും, നിങ്ങൾക്ക് പവർ, എല്ലാ സാധനവും അതിനകത്ത് കിട്ടും. ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല. നമ്മുടെ വീട്ടിൽ ഒരു റൂമിനകത്ത് നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കൂലേ? തന്നെയല്ല എന്നും കാണുന്ന മുഖം, എന്നും കാണുന്ന ചുമര് ഇല്ലെങ്കിൽ ഞാനത് വേറൊരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ മ്യൂസിക് ഇട്ട് പ്രാക്ടീസ് ചെയ്യണത് ഏറ്റവും ബെറ്ററാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പല റൂമുകളിൽ പോയി എന്ന് ചെയ്യണം. ഇന്ന് സിറ്റ് ഔട്ടിലാണെങ്കിൽ നാളെ ബാൽക്കണിയിൽ, മറ്റന്നാൾ ഒരു ബെഡ്റൂമിൽ, അത് കഴിഞ്ഞ് വേറൊരു ഹാളിൽ, അത് കഴിഞ്ഞ് ടെറസിൻ്റെ, അങ്ങനെ ചെയ്ത് ഓരോ ദിവസം ഓരോ റൂമിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോറടിക്കില്ല. പക്ഷേ നിത്യം ഒരു റൂമിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനപ്പുറം ബോർ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല. എന്ന് എഴുന്നേറ്റ് ഇപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആഹാരം ഈ പറഞ്ഞാൽ പട്ടി കൊടുത്താൽ പോലും 3 ദിവസം ഒരു ആഹാരം കൊടുത്താൽ അത് കഴിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമുക്ക് തന്നെ മടുപ്പ് തോന്നും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു റൂമിനകത്ത് നിന്ന് ചെയ്യാൻ നോക്കുക. ഈ ജിമ്മിൽ പോകുന്നതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ കൂട്ടുകാർ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ മിഷ്യൻസിൻ്റെ പല മെഷീൻസ്, പിന്നെ ഒരുപാട് വർക്കൗട്ട് പഠിക്കാൻ പറ്റും. ഓരോ ദിവസം ഓരോ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ അത് വലിയ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പലവരെയും മനസ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടാകുന്നൊരു രീതിയിലാണ് എല്ലാവരും നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടി നമ്മൾ പറഞ്ഞത്. അതുപോലെ ജിമ്മിൽ പോയി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ടറെ കീഴിലാകുമ്പോൾ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ജിമ്മിൽ നിങ്ങളെ വീട്ടിൽ ചെയ്യുമ്പം നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്, ഇന്നിനി ഇത് മതി, ഇനിയിപ്പോൾ വേറെ ജോലിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മതിയാക്കി പോകും. അതല്ല, മറ്റേ നമ്പർ പറയാം, അങ്ങനെ പറ്റില്ല, 10 നമ്പർ കൂടെ ചെയ്തേ പറ്റും, അല്ലെങ്കിൽ ഒരു സെറ്റ് കൂടെ ചെയ്യണം, അല്ലെങ്കിൽ 10 നമ്പർ പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിക്കും. അതാണ് ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതൊരു ജിമ്മുകൾക്കൊരു പരസ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ അല്ല ഞാൻ പറയുന്നത്. ജിമ്മിൽ പോയി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, അതിന് അതൊരു സംശയമില്ല. പിന്നെ പോകാൻ പറ്റാതെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾ പോകാൻ പറ്റാത്ത സാഹചര്യം, കാരണം ജോലി സ്ഥലത്ത് ജോലി കിട്ടി വേറെ എവിടെയെങ്കിലും പോയി, ഇല്ലെങ്കിൽ ജിമ്മില്ലാത്തൊരു ഏരിയ ആയിരിക്കാം, ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം, അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്ക് മാത്രം ചെയ്യാം വീട്ടിലിരുന്ന്. ബാക്കി ഒന്നും ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഒരു ജിമ്മിൽ തന്നെ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ സിറ്റപ്സ് കൊണ്ടുള്ള ഗുണം, ഈ സിറ്റപ്സിൻ്റെ ഗുണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രീ ഹാൻഡ് എക്സസൈസിൻ്റെ ഗുണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കാത്ത അത്രയ്ക്കും ഗുണമുണ്ട്. അത് നിങ്ങൾ എന്തായാലും അത് മുടങ്ങരുത്, അതുപോലെ നിങ്ങളത് ഉഴപ്പരുത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്ന വിശ്വാസത്തിൽ ഞാൻ നിങ്ങൾക്ക് സിറ്റപ്സ് കാണിച്ചു തരാം. സിറ്റപ്സ് വയ്ക്കുമ്പോൾ നോക്കണം, അവരവരുടെ ഷോൾഡറിൻ്റെ അളവിന് വേണം കാല് വയ്ക്കാം. എന്നുവെച്ചാൽ കാലിത് ഇങ്ങനെ വരരുത്, കാല് ഒരുപാട് അടുത്തും പോരും. അവരവരുടെ ഷോൾഡറിൻ്റെ അളവ് എന്നാ പറഞ്ഞാൽ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അവരവരുടെ ഷോൾഡർ. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ തള്ളവിരലും നമ്മളെ ഈ കാലിൻ്റെ ഒരു വിരലുമായിട്ട് നമുക്ക് ഒരു മെഷർമെൻറ്റ് അളവ് കിട്ടും. ഇത് ഇങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ചു വേണം അളവ് കറക്റ്റ് അല്ലാന്ന്. ഇപ്പോൾ ഈ നമ്മളെ കൈ ഇങ്ങനെ പോകത്തില്ലല്ലോ, അപ്പോൾ കാലിങ്ങനെ വൈഡ് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാലിൻ്റെ അളവ്. അപ്പോൾ അതനുസരിച്ച് അവരവരുടെ അളവിന്
അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരവരുടെ ബോഡിയുടെ ലെങ്ത് അനുസരിച്ച് ഓരോരുത്തരുടെ ഷോൾഡർ അളവ് ഓരോരുത്തരുടെ കുറച്ച് ലെങ്ത് കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ഷോൾഡറിൻ്റെ അളവിനകത്ത് കാലുകൾ നേരെ, പാദങ്ങൾ നേരെ വയ്ക്കണം. ഈ ഇടത് കൈ വലത് കൈ ഇടത് കൈയുടെ ഷോൾഡറിൽ വയ്ക്കണം. കണ്ടല്ലോ, ഇങ്ങനെ വെച്ച് ഒരു എളുപ്പത്തിന് വേണ്ടി എങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വെച്ച് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ നട്ടല് വളയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഹെഡ് നിവർന്ന് നട്ടല് വളയാതിരിക്കുക. അതിനുള്ളൊരു എളുപ്പവഴിയാണെന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. അല്ല നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നട്ടല് വളയരുത്. അപ്പോൾ അതിന് വേണ്ടി ഒരു എളുപ്പവഴിയാണ് ഈ കൈത ഇവിടെ വന്നു, അപ്പോൾ കണ്ടോ നമ്മൾ നേരെയായി, നമ്മൾ താഴിയോട് ചേർന്ന് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു കാണുന്ന ഇങ്ങനെ കുനിയത്തില്ല, നേരെയായി. കണ്ടല്ലോ, നമ്മൾ ലോക്കാണത്. ഇങ്ങനെ ഇത്രയും ഇരിക്കാവും, ഇങ്ങനെ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഭാഗം കണ്ട നമ്മുടെ ജോയിൻറ്റ് മുട്ട് ഇങ്ങനെ പിടിച്ച് വരും. ഇതാണ്ട ജോയിൻറ്റ് പിടിക്കണ്ട, അതണ്ട ഇവിടെ വരുമ്പോഴേ മസിൽ പിടിക്കുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ മസിലിന് പിടിക്കുക. ഇത്രയും മതി. അപ്പോൾ സ്ക്വാട്ട് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇരുന്നിളയരുത്. ഇത്രയും ഇരിക്കാം. നട്ടല് നിവർന്ന് ബട്ടക്സ് പുറകിലോട്ട് തള്ളണം. ആദ്യം ബട്ടക്സ് പുറകിലോട്ട് തള്ളണം. നോട്ടം നേരെ, ഒരു കാണും കുനിഞ്ഞ് നോക്കരുത്, നേരെ. ഇതും 10 നമ്പർ വെച്ച് 3 സെറ്റ്. അതിൽ കൂടുതൽ നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മസിലിൻ്റെ പ്രവർത്തനം താറുമാറായി. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും 10 നമ്പറിൽ കൂടുതൽ ചെയ്യരുത്. 10 നമ്പർ വെച്ച് നിങ്ങൾ എത്ര വേണോ ചെയ്തോ, പ്രശ്നമില്ല. എത്ര സെറ്റ് വേണോ ചെയ്തോ. ഓക്കെ, ഇതാണ് സിറ്റപ്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സിറ്റപ്സ് കഴിഞ്ഞിട്ട് അടുത്തൊരു എക്സസൈസ്, ഇടുപ്പിലോട്ട് കൈ വയ്ക്കുക. ഇതാണ്ട ഇങ്ങനെ ആക്കുക. അവരവരുടെ അളവ് മതി, നോക്കണം. നമ്മുടെ ഈ കാലിൻ്റെ മുട്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ വരണം, നോക്കണം. ഇതാണ്ട കണ്ട. ഇതും 10 നമ്പർ, ഇവിടെ 10 നമ്പർ. അതേപോലെ അതും നമ്മൾ നോക്കണം. നമ്മളെ അളവ് കറക്റ്റാണ്. നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെ നമ്മുടെ കാലിൻ്റെ മുട്ട് വേണം. കേട്ടോ, നിവർന്ന് തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ഇടുപ്പിൽ മനസ്സിലായല്ലോ. ഇത് രണ്ടും മതി. കാലിൻ്റെ എക്സസൈസ് തൽക്കാലം ഇത് രണ്ടുമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കാലിൻ്റെ പവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാലിന് പവർ ഉണ്ടാക്കുന്ന സിറ്റപ്സ്. തീർച്ചയായിട്ടും സ്ത്രീകളും വീടുകളിൽ അവർക്ക് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അവർ എവിടെയെങ്കിലും ഒരു പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ഥലത്ത് വീട്ടിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റൂളോ അല്ലെങ്കിൽ കസേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമല്ലോ, അതിൽ പിടിച്ച് ആദ്യം ചെയ്ത് ശീലിക്കുക. ഇങ്ങനെ എന്നിട്ട് ക്രമേണ ആ പിടി വിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പുരുഷന്മാർക്ക് ഉള്ള പോലെ ഈ മസിൽ സപ്പോർട്ട് അവർക്കില്ലാണ്ട് പെട്ടെന്ന് അങ്ങ് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിടത്ത് പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അവരും ഇങ്ങനെ ഒരു കാരണവശാലും ഇങ്ങനെ എത്രയും അങ്ങ് താഴ്ന്ന് ഇരുന്ന് പോരുത്, ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് കാലിൻ്റെ എക്സസൈസിനുള്ള പറഞ്ഞു തരാനുള്ളത്. എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.